വൈശാലി ഭാഗം 36. മുത്തശ്ശി എന്നോട് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? വൈശാലി പറഞ്ഞു തീരും മുന്നേ അത് കേൾക്കാൻ താല്പര്യമില്ല എന്ന മട്ടിൽ മുത്തശ്ശി അവളെ തടഞ്ഞുകൊണ്ട് തിരികെ പറഞ്ഞു. മുഖത്തടിയേറ്റതുപോലെ ആയിപ്പോയി വൈശാലി. മുത്തശ്ശി ദേഷ്യപ്പെടുമെന്ന് കരുതി. ചിലപ്പോൾ ദേഷ്യത്തോടെ എന്തെങ്കിലും തന്നെ പറയുമെന്നും. പക്ഷേ ഈ അവഗണന, അതുമാത്രം അവൾക്ക് താങ്ങാനാവുന്നുണ്ടായിരുന്നില്ല. സാധാരണ അടുക്കളയിലേക്ക് വരുമ്പോൾ രസകരമായി വളരെ സന്തോഷത്തിലാവും രണ്ടുപേരും ഓരോ ജോലികൾ ചെയ്യുക. വിഷ്ണുവിൻ്റെ കുറേ തമാശകളും അവൻ്റെ കുഞ്ഞിലെയുള്ള കുസൃതികളും ഒക്കെ ആവും രണ്ടുപേരുടെയും ചർച്ചാ വിഷയങ്ങൾ. ഇന്ന് താൻ വന്നപ്പോൾ മുതൽ മുത്തശ്ശി കാണിക്കുന്ന ഈ ഗൗരവം, ഇപ്പോഴുള്ള ഈ അവഗണന, അതൊന്നും വൈശാലിക്ക് താങ്ങാനാവുന്നില്ലായിരുന്നു. ഉള്ളിൽ അടക്കി പിടിച്ച ദുഃഖത്തോടെ അവൾ ഇല്ലെന്ന് തലയാട്ടി. എങ്കിൽ ഈ ഉരുളക്കിഴങ്ങൊന്ന് കറിവയ്ക്ക്, ഞാൻ ചപ്പാത്തി ചുടാം. വൈശാലിയോട് ഗൗരവത്തിൽ പറഞ്ഞ് മുത്തശ്ശി വീണ്ടും തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. വൈശാലിക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്ത അവസ്ഥയായിപ്പോയി. കരയാൻ വരുന്നത് പോലെയൊക്കെ തോന്നിപ്പോയി. ഉറക്കെ ഉറക്കെ കരയാൻ. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയിറങ്ങും മുന്നേ അവൾ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങി. തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ മുത്തശ്ശി അത് അറിഞ്ഞതുമില്ല. വൈശാലി പുറത്തേക്കിറങ്ങി എങ്ങനെയൊക്കെയോ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ഓടി. അവനിപ്പോഴും സുഖമായി ഉറക്കമാണ്. ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി അവൾ ബാത്റൂമിലേക്ക് കയറി. എത്രയൊക്കെ വേണ്ടെന്ന് കരുതിയിട്ടും അവളുടെ മിഴികൾ ഒഴുകിയിറങ്ങി. കണ്ണുനീർ തുടക്കാനാവാത്തതുപോലെ ഒഴുകിപ്പോയി. തടഞ്ഞില്ല. കരയാനുള്ളത് കരഞ്ഞു തന്നെ തീരട്ടെ എന്ന് കരുതി മിഴിനീരിനെ ഒഴുക്കിവിട്ടു. വൈശാലി! പെട്ടെന്നാണ് പുറത്തുനിന്ന് വാതിൽ കൊട്ടിക്കൊണ്ട് വിഷ്ണു വിളിച്ചത്. വൈശാലി, എന്തെയ്യുവാ? വിഷ്ണു പുറത്തുനിന്ന് വീണ്ടും അവളോട് വിളിച്ചു ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ വേഗം മുഖമൊന്ന് കഴുകി പുറത്തേക്കിറങ്ങി. വിഷ്ണു വാതിലിന് അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവന് മുഖം കൊടുക്കാതെ പോകാനൊരുങ്ങിയെങ്കിലും അവൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു നിർത്തി. എന്താ കാര്യം? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ആ ഒരൊറ്റ ചോദ്യം, അവനു മുന്നിൽ പിടിച്ചു നിന്നതൊക്കെ വെറുതെ ആയതുപോലെ വൈശാലി കരഞ്ഞുപോയി. മിഴിനീർ ഒഴുകിയിറങ്ങി. അവനെ ഇറക്കി കെട്ടിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് മുഖമമർത്തി വെച്ച് അവൾ പൊട്ടിക്കരഞ്ഞുപോയി. വൈശാലി, എടോ, എന്താ? പെട്ടെന്നായതുകൊണ്ട് വിഷ്ണു ആകെ ഞെട്ടിപ്പോയി. അവൻ അവളെ തന്നിൽ നിന്ന് നീക്കി നിർത്താൻ ശ്രമിച്ചുവെങ്കിലും അവൾ അവനെ പിടിവിടാതെ പിടിച്ചിരിക്കുകയായിരുന്നു. വൈശാലി, എന്നെ നോക്ക്. എന്താ പ്രശ്നം? അവൻ ആകുലതയോടെ ചോദിച്ചു. വൈശാലി ഒന്നും മിണ്ടിയില്ല. കരഞ്ഞ് തളർന്ന കണ്ണുകൾ അമർത്തി തുടച്ച് അവനെ നോക്കിയൊന്ന് ചിരിച്ചു. ഒന്നുമില്ല വിഷ്ണു. പെട്ടെന്ന് എന്തോ ഓർത്തപ്പോൾ ഞാൻ താഴേക്ക് പോട്ടെ, മുത്തശ്ശി അന്വേഷിക്കും. വിങ്ങിപ്പൊട്ടി വരുന്ന കണ്ണുനീരിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. ആരോടാണ് താൻ ഈ നുണ പറയുന്നത്? പുറത്തേക്കിറങ്ങാൻ ഒരുങ്ങി അവളെ തടഞ്ഞുകൊണ്ട് വിഷ്ണു അല്പം ഗൗരവത്തിൽ തന്നെ അവളോട് ചോദിച്ചു. വൈശാലി ഉത്തരവില്ലാത്തതുപോലെ അവനെ നോക്കി. എന്താടാ? വിഷ്ണു അവളുടെ കവിളിൽ ഒന്ന് തലോടി. മുത്തശ്ശിക്ക് എന്നോട് ദേഷ്യമാണോ വിഷ്ണു? ചെറിയ കുട്ടികൾ ചോദിക്കും കണക്ക് അവനെ നോക്കി വിതുമ്പലോടെ അവൾ ചോദിച്ചു. അവളുടെ ആ ചോദ്യം കേട്ടപ്പോൾ വിഷ്ണുവിന് പോലും പാവം തോന്നിപ്പോയി. എന്തിനാ ഇപ്പോൾ അങ്ങനെ തോന്നാൻ? താൻ താഴേക്ക് പോയി മുത്തശ്ശിയോടൊന്ന് സംസാരിക്ക്. വിഷ്ണു അവളെ ആശ്വസിപ്പിക്കുന്നത് പോലെ പറഞ്ഞു. ഇല്ല വിഷ്ണു, ഞാൻ താഴെ പോയി. മുത്തശ്ശി എന്നോട് മിണ്ടുന്നില്ല. എന്തോ ദേഷ്യമുള്ളതുപോലെയാണ് പെരുമാറിയത്. അവൾ വീണ്ടും വിതുമ്പലോടെ പറഞ്ഞു. വിഷ്ണു അവളെ സംശയത്തോടെ നോക്കി. അവൾ രാവിലെ പോയപ്പോൾ മുത്തശ്ശി തന്നോട് പെരുമാറിയ കാര്യമൊക്കെ വിഷ്ണുവിനോട് പറഞ്ഞു. വിഷ്ണു കുറച്ചു സമയം ഒന്ന് ആലോചിച്ചു. മുത്തശ്ശി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും. അതെനിക്കറിയില്ല. താൻ തന്നെ പോയി മുത്തശ്ശിയോട് ചോദിച്ച് എന്താണെന്ന് വെച്ചാൽ പ്രശ്നം പരിഹരിക്ക്. അവൾ പറഞ്ഞതും വിഷ്ണു അതിന് അവൾക്ക് അനുകൂലമായ മറുപടിയൊന്നും കൊടുത്തില്ല. അവളോട് പോയി സംസാരിക്കാൻ പറഞ്ഞു. വൈശാലി അവനെ ഒന്ന് നോക്കി. എൻ്റെ വൈശാലി മാറിപ്പോരുത്. പഴയ വൈശാലിയാണ് എനിക്കിഷ്ടം. ഇപ്പോൾ ഒരുമാതിരി തൊടുമ്പോൾ തന്നെ കരയുന്നു. ഏയ്, നമുക്കത് വേണ്ട. എൻ്റെ കുട്ടി പോയി മുത്തശ്ശിയെ കണ്ട് സംസാരിച്ചിട്ട് വാ. വിഷ്ണു അവളുടെ മുന്നിലേക്ക് വീണ് കിടക്കുന്ന മുടിയൊക്കെ മാടി ഒതുക്കി വെച്ച് കൊടുത്ത് അവളുടെ കവിളിൽ ഒന്ന് തട്ടി. വിഷ്ണുവിനെ ഒന്ന് നോക്കി മൂക്ക് വലിച്ചുകൊണ്ട് അവൾ മുറിക്ക് പുറത്തേക്കിറങ്ങി മുത്തശ്ശിയുടെ അടുത്തേക്ക് നടന്നു. താഴെ അവളുടെ വരവ് കാത്തുന്ന പോലെ മുത്തശ്ശി ഹാളിൽ തന്നെ സോഫയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടിട്ടും കാണാത്തതുപോലെ മുത്തശ്ശി പത്രത്തിലേക്ക് തല കുമ്പിട്ടിരുന്നു. മുത്തശ്ശി! ശബ്ദം അല്പം അടഞ്ഞതുപോലെ ഉണ്ടായിരുന്നുവെങ്കിലും അവൾ ഗൗരവത്തിൽ തന്നെയായിരുന്നു വിളിച്ചത്. മുത്തശ്ശി കണ്ണുകൾ മാത്രം ഉയർത്തി അതിലും ഗൗരവത്തിൽ അവളെ ഒന്ന് നോക്കി. എന്തു വേണം? അവൾക്ക് വേണ്ടി വലിയ മൈൻഡ് കൊടുക്കാതെ മുത്തശ്ശി അല്പം പരുക്കൻ ശബ്ദത്തിൽ ചോദിച്ചു. മുത്തശ്ശിക്ക് എന്നോട് പറയാനോ ചോദിക്കാനോ എന്തെങ്കിലും ഉണ്ടോ? എനിക്കെന്ത് ചോദിക്കാൻ? എന്തോ എനിക്കങ്ങനെ തോന്നി. ഇന്നലെ വിഷ്ണുവിൻ്റെ ചെറിയച്ഛൻ പറഞ്ഞ് മുത്തശ്ശി എൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കാണുമെന്ന് എനിക്കറിയാം. അതിൻ്റെ പേരിൽ ഇനി എന്നോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇനി അതിൻ്റെ പേരിൽ എന്നോട് എന്തെങ്കിലും ദേഷ്യമോ വെറുപ്പോ ഉണ്ടെങ്കിൽ അതും തുറന്നു പറയാം. വൈശാലി മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കി തന്നെയാണ് ഇതെല്ലാം പറഞ്ഞത്. അവളുടെ വാക്കുകൾ ഇടയിൽ ഇടറിപ്പോകുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ മുത്തശ്ശി അവളെ എതിർത്ത് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ പോലും വൈശാലി തകർന്നു പോകും. എങ്കിലും ഏതോ ഒരു മനോധൈര്യത്തിൽ അവൾ മുത്തശ്ശിയോട് ചോദിച്ചു പോയി. പക്ഷേ മുത്തശ്ശി അവളോടൊന്നും പറഞ്ഞില്ല.
കയ്യിലിരിക്കുന്ന പത്രം രണ്ടായി മടക്കി സോഫയുടെ മുന്നിലായിരിക്കുന്ന ടീപ്പോയിലേക്ക് വെച്ച് മുത്തശ്ശി എഴുന്നേറ്റു. വിച്ചു. ഗൗരവത്തിൽ തന്നെ മുത്തശ്ശി വിഷ്ണുവിനെ വിളിച്ചു. മുകളിലായിരുന്ന വിഷ്ണു വിളി കേൾക്കാൻ കാത്തിരുന്നത് പോലെ താഴേക്കിറങ്ങി വന്നു. ഇതുപോലൊരു കുട്ടിയാണോ നീ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ ഇത്രയും നാളും കാത്തിരുന്നത്? മുത്തശ്ശിയുടെ ശബ്ദത്തിൽ അല്പം മയം പോലും ഉണ്ടായിരുന്നില്ല, തികഞ്ഞ ഗൗരവം മാത്രം. ആ ഒരു ചോദ്യത്തിൽ വൈശാലിയുടെ ഇത്ര നേരം ഉണ്ടായിരുന്ന ആത്മവിശ്വാസം ചോർന്നു പോകും പോലെ തോന്നി അവൾക്ക്. കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. എങ്കിലും അതിനെ തടഞ്ഞു നിർത്താൻ വൈശാലി പരമാവധി ശ്രമിച്ചു. എങ്കിലും അവൾ പോലും അറിയാതെ അത് താഴേക്ക് ഒഴുകിയിറങ്ങി. പക്ഷേ അതിലും വാശിയോടെ കണ്ണുനീരിനെ തുടച്ചു നീക്കി അവളുടെ നോട്ടം വിഷ്ണുവിൻ്റെ നേർക്കായി. വിഷ്ണു പോലും മുത്തശ്ശിയോടൊന്നും സംസാരിക്കുന്നില്ല എന്ന് കണ്ടതും അവൾക്കാകെ സങ്കടമോ ദേഷ്യമോ അങ്ങനെ എന്തെല്ലാമോ തോന്നിപ്പോയി. ചോദിച്ചത് കേട്ടില്ലേ വിച്ചു, നീ ഇങ്ങനെയൊരു കുട്ടിയാണോ നീ വിവാഹം കഴിക്കാൻ ആലോചിച്ചത്? അത് പിന്നെ മുത്തശ്ശി, ഞാൻ... വൈശാലിയുടെ മുഖത്തേക്ക് അവൻ പതർച്ചയോടെ നോക്കി. ഇങ്ങനെയാണെങ്കിൽ എനിക്കിതുപോലെ ഒരു കുട്ടിയെ എൻ്റെ കൊച്ചുമകൻ്റെ ഭാര്യയായിട്ട് വേണ്ട. മുത്തശ്ശി തീർപ്പ് പറയും പോലെ പറഞ്ഞു. വൈശാലി അവരെ ഞെട്ടലോടെ നോക്കി. ഒരിക്കലും ഇങ്ങനെയൊരു കാര്യം പ്രതീക്ഷിച്ചിരുന്നില്ല. മുത്തശ്ശി എന്തെങ്കിലും പറയുകയോ ദേഷ്യപ്പെടുകയോ ചിലപ്പോൾ ഒരടി തരികയോ ചെയ്യും എന്ന് മാത്രമേ കരുതിയുള്ളൂ. പക്ഷേ ഇത് വൈശാലിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞതും വൈശാലി നേരെ നോക്കിയത് വിഷ്ണുവിൻ്റെ മുഖത്തേക്കാണ്. എന്നാൽ അവൻ്റെ മുഖത്ത് കാര്യമായ ഭാവവ്യത്യാസമൊന്നുമില്ല. മുത്തശ്ശി വിഷ്ണുവിൻ്റെ മുന്നിലേക്ക് വന്നു നിന്നു. നീയല്ലേ പറഞ്ഞത് വൈശാലി എന്തോ പുലിയാണെന്നോ സിംഹമാണെന്നോ ഒക്കെ? എന്നിട്ട് ഇതാണോ സിംഹവും പുലിയും എല്ലാം? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതാവുമ്പോൾ കരയുന്നു. നീ പറഞ്ഞ വൈശാലി ഇങ്ങനെയല്ല, ഞാനറിയുന്ന വൈശാലിയും ഇങ്ങനെയല്ല. പിന്നെ ഇത് ഏത് പെൺകുട്ടിയാണാവോ ഈ നിൽക്കുന്നത്? മുത്തശ്ശി അത് പറഞ്ഞുകൊണ്ട് മൂക്കത്ത് വിരൽ വെച്ചു. ഇത്ര നേരം കടിച്ചു പിടിച്ചു നിന്നിരുന്ന വിഷ്ണു പതിയെ ഒന്ന് ചിരിച്ചുപോയി. വൈശാലി രണ്ടുപേരെയും മാറി മാറി നോക്കി. ഇത്ര നേരം രണ്ടുപേരും ചേർന്ന് തന്നെ കളിപ്പിച്ചതാണെന്ന് അവൾക്ക് മനസ്സിലായി. വൈശാലി ഒന്നും മിണ്ടിയില്ല. വൈശാലി ഇങ്ങോട്ട് വന്നേ. മുത്തശ്ശി സോഫയിലേക്കിരുന്ന് അവളെ അരികിലേക്ക് വിളിച്ചിരുത്തി. മറ്റൊന്നും ആലോചിക്കാതെ വൈശാലി മുത്തശ്ശിയുടെ അടുത്തേക്കിരുന്നു. ഞാൻ നിന്നെ ഇവിടെ നിന്ന് ഇറക്കിവിടും എന്നുള്ള ചിന്ത വല്ലതും എൻ്റെ കുട്ടിയുടെ മനസ്സിലുണ്ടോ? മുത്തശ്ശി അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് ചോദിച്ചു. മുത്തശ്ശിയുടെ വാത്സല്യത്തോടെയുള്ള ചോദ്യത്തിൽ അവളുടെ ഉള്ളിലെ സങ്കടം കൂടുകയാണ് ചെയ്തത്. അവളുടെ നിറഞ്ഞു വരുന്ന കണ്ണുകൾ കണ്ടതും മുത്തശ്ശി അവളെ ചേർത്ത് പിടിച്ചു. അവൾ മുത്തശ്ശിയുടെ തോളിലേക്ക് ചാഞ്ഞിരുന്നു. എൻ്റെ കുട്ടി ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എന്തൊക്കെയായാലും ആരൊക്കെ വന്നാലും അവരോടൊക്കെ ഒറ്റയ്ക്ക് പറഞ്ഞു നിന്നിരുന്ന പുലിക്കുട്ടിയല്ലേ നീ? എന്നിട്ട് ഇപ്പോൾ എന്തിനാ ഇങ്ങനെ തളർന്നു പോകുന്നത്? മുത്തശ്ശി അവളോട് കാര്യമായിട്ട് തന്നെ ചോദിച്ചു. വിവാഹത്തിന് മുന്നേ തന്നെ മോളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വിച്ചു എന്നോട് പറഞ്ഞതാണ്. അതിലെനിക്കൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. കാരണം തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ ലഭിക്കണം. നിന്നോട് തെറ്റ് ചെയ്തതിനുള്ള ശിക്ഷ അവൻ അനുഭവിച്ചു. മോള് തെറ്റ് ചെയ്തതിന് മോളും. അതവിടെ കഴിഞ്ഞു പോയ കാര്യമാണ്. ഇനി അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. വിവാഹത്തിന് മുന്നേ ഇല്ലാത്തൊരു പ്രശ്നവും എനിക്കിനി അങ്ങോട്ടും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ ഇവൻ്റെ ചെറിയച്ഛൻ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ചിന്തിച്ചില്ല. എങ്കിലും അയാളെ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മുത്തശ്ശി അവളെ സമാധാനിപ്പിച്ചു. വൈശാലി തിരികെ ഒന്നും പറയുന്നില്ലെങ്കിലും എല്ലാം കേട്ടിരുന്നു. മുത്തശ്ശി പറയുന്നതൊക്കെ അവൾ മനസ്സിലാക്കി. ഇനി എൻ്റെ കുട്ടി ഇങ്ങനെ തളർന്നു പോകരുത് കേട്ടോ. മുത്തശ്ശി പറഞ്ഞതും വൈശാലി ഒന്ന് മൂളി. ആരൊക്കെ എതിർത്ത് പറഞ്ഞാലും നിനക്ക് ഞാനും ഇവനും ഉണ്ടാകും, അത്ര മാത്രം ഓർത്താൽ മതി. വിഷ്ണുവിനെ കൂടെ നോക്കി മുത്തശ്ശി പറഞ്ഞു. വൈശാലി അതിന് തലയാട്ടി. ഇന്നിനി എനിക്ക് മരുന്നൊക്കെ എടുത്തു തരാൻ വരുമോ? അല്ലെങ്കിൽ ഇന്നലത്തേതുപോലെ എന്നെ ഒറ്റയ്ക്കാക്കി പോകുമോ? മുത്തശ്ശി അവളോട് കളിയായി ചോദിച്ചു. അവൾ ചെറിയൊരു പുഞ്ചിരിയോടെ ഇല്ലെന്ന് തലയാട്ടി. മുത്തശ്ശി അവളുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. അവൾ തിരിച്ചും. ഞാനെന്താ പുറമ്പോക്കാണോ? വിഷ്ണു അവരുടെ ഇടയിലേക്ക് നൂണ്ടു കയറി. വൈശാലി ഒരു പുഞ്ചിരിയോടെ നീങ്ങിക്കൊടുത്തു. വിഷ്ണു അവൻ്റെ കവിൾ മുത്തശ്ശിക്ക് നേരെ നീട്ടി. മുത്തശ്ശി അവനും ഒരു ഉമ്മ കൊടുത്തു. അവൻ തിരിച്ചും. നേരെ അവൻ വൈശാലിയുടെ നേർക്ക് കവിൾ നീട്ടി. പ്രതീക്ഷിച്ചിരുന്നു. എങ്കിലും വൈശാലി അവനെ മൈൻഡ് ചെയ്യാൻ പോയില്ല. അവൻ്റെ ഭാഗത്തേക്ക് നോക്കിയതുമില്ല. ഒരു ഉമ്മതാടി, അവൻ കെഞ്ചി. വൈശാലി എന്നിട്ടും മൈൻഡ് ചെയ്തില്ല. മുത്തശ്ശി നിന്നെ പറ്റിച്ചതിന് ഞാൻ എന്ത് ചെയ്തു? അവൻ്റെ മുഖം നിമിഷ നേരം കൊണ്ട് വീർത്തു. വൈശാലി എന്നിട്ടും അവനെ മൈൻഡാക്കാൻ പോയില്ല. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് വരെ ഒന്നും വൈശാലി അവനെ മൈൻഡ് ചെയ്യാനേ പോയില്ല. വിഷ്ണു ആണെങ്കിൽ അവളുടെ പിന്നാലെ ചുറ്റിപ്പരുതിയൊക്കെ നടന്നുവെങ്കിലും വൈശാലി അവനെ നോക്കിയത് കൂടിയില്ല. ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് അവൻ മുകളിലേക്ക് പോയി. മുഖം വീർപ്പിച്ചു വെച്ചാണ് പോയിരിക്കുന്നത്. വൈശാലി അത് കണ്ടിട്ടും അടുക്കളയിൽ ബാക്കിയുണ്ടായിരുന്ന ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ നിന്നു. രണ്ടുപേരും തമ്മിൽ സൗന്ദര്യപ്പിണക്കമാണെന്ന് മുത്തശ്ശിക്ക് മനസ്സിലായി. എങ്കിലും ഒന്നും പറയാൻ നിന്നില്ല. രണ്ടുപേർക്കും ഇടയിലുള്ളത് അവർ തന്നെ ഒത്തുതീർപ്പാക്കട്ടെ എന്ന് കരുതി. കുറച്ചു കഴിഞ്ഞ് മുത്തശ്ശിയും കിടക്കണമെന്ന് പറഞ്ഞു പോയപ്പോൾ വൈശാലി പതിയെ മുറിയിലേക്ക് നടന്നു. അകത്ത് വിഷ്ണു കട്ടിലിൽ കിടന്നുറക്കാണ്. കയറി വരുന്നതിനെതിരായി കിടക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ മുഖം അവൾക്ക് കാണാൻ പറ്റിയില്ല. വൈശാലി പതിയെ വന്ന് അവൻ്റെ മുഖത്തേക്കൊന്ന് എത്തി നോക്കി. ഒറ്റ നോട്ടത്തിൽ കള്ളവറക്കാണെന്ന് അവൾക്ക് മനസ്സിലായി. എങ്കിലും അവനെ വിളിക്കാനോ ഒന്നിനും നിൽക്കാതെ അവൾ മുഖം കഴുകി വന്ന് കട്ടിലിലേക്ക് കിടന്നു. രണ്ടുപേരും രണ്ട് ദിശയിലേക്ക് നോക്കിക്കിടന്നു. അവളിൽ പിണക്കമായിരുന്നു.
മുത്തശ്ശി തനിച്ചാക്കിയപ്പോൾ അവനും അതിന് കൂട്ടുനിന്നു എന്നതിലുള്ള പരിഭവം. അവൾ മിണ്ടാൻ പോയില്ല. എന്തൊക്കെയായാലും ഇനി അവനോട് അങ്ങോട്ട് ചെന്ന് മിണ്ടുന്ന പ്രശ്നമില്ല എന്നവൾ തീരുമാനിച്ചിരുന്നു. ഇനി അവൻ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ട് വരട്ടെ എന്ന വാശിയിലായിരുന്നു അവൾ. വിഷ്ണു ആണെങ്കിലും വൈശാലി മിണ്ടാത്തതിൽ പരിഭവത്തിലാണ്. മുത്തശ്ശി അങ്ങനെയൊക്കെ പറഞ്ഞതിൽ ഞാനെന്ത് ചെയ്തു എന്ന ചിന്തയായിരുന്നു അവനിൽ. കുറച്ച് സമയം കഴിഞ്ഞിട്ടും അവൾ മിണ്ടുന്നില്ലെന്ന് കണ്ട് എങ്ങനെയെങ്കിലും അവളോടൊന്ന് സംസാരിച്ചാൽ മതിയെന്നായി അവന്. പക്ഷേ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ. ഇനിയും സംസാരിക്കാതിരുന്നാൽ ശരിയാകില്ലെന്ന് കണ്ടതും അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു. നോക്കുമ്പോൾ വൈശാലി അപ്പോഴും മറുവശത്തേക്ക് തിരിഞ്ഞു കിടക്കുകയാണ്. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.